മിന്നൂസിന് സ്നാക്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുഞ്ഞിനേ ഉള്ള സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അടിപൊളി ബാഗൊക്കെ ഇട്ടുകൊണ്ട് അവിടം വരെ പോയിട്ട് നമുക്ക് ഇങ്ങനെ പോരാം. ഓക്കെ, എടുക്ക്, ബാഗ് എടുക്ക്. പുത്തൻ ബാഗ് താഴെ വെക്കില്ലേ, എടുക്ക്. കാണട്ടെ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. കല്ലൊന്നുമില്ല, ഇതിനകത്ത് വെള്ളമാണ് വെച്ചേക്കുന്നത്. ചെറുക്കനെന്ത് സ്കൂൾ കുട്ടി രാവിലെ ഛർദിച്ചു. സ്കൂളിൽ പോണ്ടേ? അകത്തിരുത്തുന്നില്ല അല്ലേ ഇന്നേ. കുഞ്ഞിനെ ഇപ്പൊ അങ്ങോട്ട് ചുമ്മാതെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചുമ്മാതെ തിരിച്ചു കൊണ്ടുപോരുക. ഛർദിലും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോയി ഇന്ന് ഇരുത്തുന്നില്ല. അപ്പൊ ഇതിനകത്ത് കുഞ്ഞിന് ഓർമ്മയുണ്ടോ ചേച്ചി സ്കൂളിൽ വിടാൻ പോയതൊക്കെ? എന്തുവാ വെച്ചാ പാവയ്ക്ക് ഓർമ്മയുണ്ടോ? കാണിച്ചേ, ടീച്ചർ തൊട്ട് കഴിഞ്ഞത് കാണിച്ചേ. ആ പറ. വീട്ടിൽ പോകാൻ നേരത്ത് പോണോ? അത് പപ്പയോട് പറഞ്ഞാൽ മതി. ടീച്ചറുടെ അടുത്ത് പോകുന്നുണ്ടോ? അത് ടീച്ചർ നിപ്പുണ്ട്. പോകുന്നുണ്ടോ? ബാ ബാ. അപ്പം നമ്മളിന്ന് ഇരുത്തുന്നില്ല. കുഞ്ഞിരിക്കുന്നില്ല ഇന്നല്ലേ? പോവാണോ? ബാ. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ക്ലാസ്സിലൊന്നും ഇരുത്തുന്നില്ല. അപ്പോൾ അകത്ത് ചെന്ന് ക്ലാസ്സിൽ ചെന്ന് ടീച്ചറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണേ. നിൽക്കനി പപ്പയും ബാവ എവിടാ? അവിടോട്ട് പോവാം. ബാ ബാ ബാ. ബാ, നിങ്ങൾക്ക് എടുക്കാവേ. ഇതാ അവിടെ പപ്പയും വാവയും നിപ്പുണ്ടേ. നമുക്ക് ഓടിച്ചില്ല. കണ്ട പെണ്ണ് നടന്ന് ഓടിച്ചില്ലേ. ഇനി ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മുടെ ചിമ്പ്രൂട്ടിക്ക് തീരെ വയ്യായിരുന്നു. രാവിലെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് കുറേ പിള്ളേരെ, ഒത്തിരി കുട്ടികളെ, കുഞ്ഞിൻ്റെ കൂട്ടുകാരൊക്കെ കുറേ നാൾ കൂടിയിരുന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ഒന്ന് എഴുന്നേറ്റെങ്കിലും നിന്നത് കേട്ടോ. ദൈവമേ, തലയെല്ലാം പൊള്ളിച്ചോ കുഞ്ഞ്? ഇതെന്തും മുട്ടത്തലയെല്ലാം പൊള്ളിയോ? ബാ. ചന്ദനം ഉണ്ടോന്നില്ല കുഞ്ഞിന്? പറ. ചെരുപ്പ് വണ്ടിക്കകത്ത് കയറിയിട്ട് ഊരണം. ആത്മീക വന്നല്ലോ കൂട്ടുകാരി. ടീച്ചറിന് മനസ്സിലായി ആത്മീകയെ കൂട്ടുകാരിന്ന്. ടീച്ചർ ആത്മീകയെ വന്ന് വിളിച്ച് ഇപ്പം അകത്തോട്ട് കയറുന്നില്ല. അപ്പം ആർക്കാണ്ടൊക്കെ ടാറ്റ കൊടുത്തോണ്ട് ഓടുന്നു. ഇനി അവരവരുടെ വീട്ടിൽ പോയി. ഏതോ കാറുകാർക്ക് ടാറ്റ കൊടുത്തിട്ട് വാവ നടപ്പുണ്ട്. കല്ലെടുത്ത് വലിയ പിള്ളേരെല്ലാം പാട്ടൊക്കെ പാടുവാ ക്ലാസ്സിൽ ഇരുന്ന്. മേളിൽ തന്നെ ആക്കിയതായിരിക്കും.
നമ്മുടെ സ്കൂൾ കുട്ടി കുറേ നേരം ആക്റ്റീവൊക്കെ ആയിട്ട് നിന്നിട്ട് പിന്നെ നമ്മൾ പോരുന്നതിന് മുമ്പേ അല്ലാതെ ക്ഷീണം വന്നിട്ട് ആൾ കാറിലങ്ങ് കിടന്നു. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോരുന്നു. ഇതിന് ഇത്രയും വയ്യാതെ നമ്മൾ പിന്നെ കറങ്ങി അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് കരുതി നമ്മൾ പോരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. പിറ്റേ ദിവസവും രാവിലെ ഛർദ്ദിച്ചു. രാവിലത്തെ ഛർദ്ദിൽ കാരണം അന്നും വിട്ടില്ല. അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് സ്കൂൾ തുറന്നിട്ട് സ്കൂളിൽ വിട്ടില്ല. 2 ദിവസമല്ല, 2-3-4 ദിവസം സ്കൂളിൽ വിട്ടില്ല ഛർദ്ദിൽ കാരണം. അങ്ങനെ വയ്യാതൊക്കെ കിടക്കുന്ന ആളെ ഞാൻ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു കിടപ്പ് തന്നെ, ഈ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന പിള്ളേർ കിടപ്പ് തന്നെ കിടക്കുമ്പോൾ ക്ഷീണവും ഛർദ്ദിലും ഒക്കെ വയ്യാഴി വരും. നമുക്ക് തന്നെ ഒരു മനസ്സിന് പ്രയാസമാണല്ലോ. അങ്ങനെ ഞാൻ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് കുത്തി എഴുന്നേൽപ്പിച്ച് വന്നതാണ്. ഒത്തിരി നേരം വയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം ആളൊരു ആക്റ്റീവ് ആകട്ടെ എന്നൊക്കെ കരുതി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ചിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ്. കുറഞ്ഞിട്ട് വിടാമെന്ന് കരുതി. എന്തായാലും ഛർദ്ദിലൊക്കെ ആയിട്ട് നമ്മൾ സ്കൂളിൽ വിട്ടിട്ട് കാര്യമില്ല. ആരോഗ്യത്തോടെ, എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പിള്ളേർ ആരോഗ്യത്തോടെ ഇരുന്നിട്ട് ഈ സ്കൂളിലായാലും അങ്ങനെ വലിയ പഠിത്തക്കാരൊക്കെ ആയാൽ മതി. ആര് കുറ്റം പറഞ്ഞാലും ഞാൻ അങ്ങനെയൊക്കെ പനിയാണേലോ അല്ലെങ്കിൽ ഇങ്ങനെ ഛർദ്ദിലൊക്കെ ആണെങ്കിലോ അങ്ങനെ വിടാറില്ല കേട്ടോ. സ്കൂളിൽ ചെന്നാലും തലവേദനയോ ബുദ്ധിമുട്ടോ വന്നാലും ഒന്നും മിണ്ടത്തില്ല, ആരോടും മിണ്ടത്തില്ല, ടീച്ചറിനോടൊന്നും പറയില്ല, ടീച്ചറിനോടൊന്നും സംസാരിക്കാറ് പോലും ഇല്ല ആൾ. അത് കാരണമാണ് നമുക്കറിയാലോ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം, അത് കാരണമാണ് മെയിനായിട്ട് വിടാഞ്ഞത്. വല്ല തല കറങ്ങിയോ വല്ല എവിടെയെങ്കിലും വീണാലോ എന്നൊക്കെ ഓർത്തിട്ട് വിട്ടില്ല. പുതിയ ബാഗും കുടയൊക്കെ മേടിച്ച് വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് സന്തോഷത്തോടെ ഇരുന്ന ആളാണ് സ്കൂളിൽ പോകാൻ. കുഞ്ഞേ ചേച്ചിയെ വഴക്കുണ്ടാക്കിയോ? എന്തിനാ ചേച്ചി വഴക്കുണ്ടാക്കിയേ? ഇങ്ങോട്ട് വരാം, ഞാൻ ചോദിക്കട്ടെ. എന്നാ ഇനി വന്നേ ചേച്ചിയെ വഴക്കുണ്ടാക്കിയോ? ചേച്ചിയെ വഴക്കുണ്ടാക്കിയോ? എന്തിനാ വഴക്കുണ്ടാക്കിയേ? നീ വാ കുഞ്ഞേ. ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. പെണ്ണിഞ്ഞു വന്ന് വയ്യാഴി മാറിയോ? എന്താ അവൻ്റെ കണ്ണിക്കൊള്ളും. വാ വന്നേ. ദേ മഴയും പെയ്തു, സൂപ്പർ മഴ, സൂപ്പർ മഴ. അവൻ്റെ ദേഹത്ത് കൊള്ളുമെന്ന് അവൻ വീഴും. മഴ ഇഷ്ടപ്പെട്ടോ മഴ പെയ്ത്? നമുക്ക് പോയാലോ? ദേ മഴ വരുന്നു, മഴ പെയ്യുന്നു. ബാ പോകാം. ചാറ്റൽ മഴയുണ്ട്. നിൽക്കുവോ? ബാ ഇവിടെ 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 നീ വാ മമ്മി കൊണ്ടോ. ഇവിടെ നീ വാ, വീഴും. ബാ മമ്മി കൊണ്ടുപോകാം. പാഷൻ ഫ്രൂട്ട്, പശൻ ഇത് പടർന്ന് കിടക്കുക. മഴ പെയ്തപ്പം ദേ ഇവിടെ പൂക്കളൊക്കെ കുറേ ഉണ്ടായി. മുട്ടൊക്കെ കുരുകുരാന്നും പറഞ്ഞ് മുട്ടുകളുണ്ടായി നിൽക്കുന്നത് കണ്ടോ? നിറച്ച് മുട്ടുണ്ടായി കണ്ടോടാ. ബാ മഴ പെയ്യുന്നു, പോയാ